ഹായ് കുട്ടികളെ, ചിരി ചേട്ടൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അവിയൽ. എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ല, കുറച്ച് കഷ്ണമുള്ളൂ. ഞായറാഴ്ചയായിട്ട് അവർക്ക് റൂട്ടില്ലാത്തതുകൊണ്ട് അച്ഛനിന്ന് വീട്ടിലുള്ളത്. എന്നെ സഹായിക്കാൻ 2 പേരുണ്ട്. കഴിഞ്ഞ വീഡിയോയ്ക്ക് അമ്മയും അച്ഛനും ഇല്ലെന്ന് ചോദിച്ച് കുറേ പേര് കമന്റ് ഇട്ടായിരുന്നു. ഇപ്പം അവിയൽ വെക്കാൻ ഇവർ 2 പേരും ഉണ്ട്. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അവിയൽ കഷ്ണം കണ്ടോണ്ട് നിക്കുക, അതിന്റെ ഭംഗി കണ്ടോണ്ട് നിക്കുക. പിന്നെ പിച്ചാത്തിയും പാത്രം വന്നിട്ടില്ല. അതാരാ കൊണ്ടുവന്നെ? അത് അമ്മയുടെ ജോലിയാ. അപ്പൊ ശരണ്യക്ക് ജോലിയൊന്നും ഇല്ലേ? എനിക്കിത് പറഞ്ഞു തരാം. അത് മാത്രമേ ഉള്ളൂ. ഇത്തവണ ഇപ്പൊ ലീഡർ സ്ഥാനം മാത്രമേ ഉള്ളൂ. ആഹാ, അത് കൊള്ളാലോ. അമ്മ പാത്രം പിച്ചാത്തി വെള്ളം. ശരണേ, എന്നെ വിളിച്ച് ഞാൻ പത്രം വായിച്ചോണ്ടിരിക്കുന്നത് എന്നെ വിളിച്ച് വെച്ചിട്ട് കത്തി ഇല്ലാതെ എന്നെ എത്തിയിരിക്കും. ശരണ്യ പറഞ്ഞില്ല കത്തി കൊണ്ട് നമുക്ക് കത്തി അടിക്കാം. കത്തി നമുക്ക് അടിച്ചാ പോലെ കൊണ്ടുവന്നുണ്ട്. അമ്മ ഇല്ലേ കൊണ്ടുവന്നുണ്ട് കേട്ടോ. അമ്മ വിച്ചാത്തി ഏതാണ്ടൊക്കെ ആയിട്ട് വന്നു. അമ്മ പാത്രം ഞാൻ പാത്രം പറഞ്ഞായിരുന്നു. എളുപ്പമാണ് അത് എന്ത് എളുപ്പമാണ്. അപ്പൊ ശരണ ചേന ഇരിക്കും ഒരു വേസ്റ്റ് തരാൻ വേണ്ടി ഒരു പാത്രം തരാമോ എനിക്ക് തന്നെ. അപ്പൊ ഞാനത് ഇതിനകത്തില്ല. അപ്പൊ 3 പേരും കൂടി വലിയൊരു അവിയൽ വെക്കണ പോലെ. ഞാൻ ക്യാരറ്റ് ജീവിക്കണ്ടിരിക്കുക. അല്ലെ 3 പേരും കൂടിയാണ് ഒരു അവിയൽ വെക്കണം. എന്റെ ദൈവമേ, എനിക്ക് ചൊറിയണ സാധനം എന്നെ കൊണ്ട് ചേന തന്നല്ലേ അച്ഛൻ. ഇവർക്ക് ഇച്ചിരി വിഷമാണ്. അത് ഇങ്ങനെ കൈ ചൊറിയെന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ അത് എനിക്ക് എന്നെ അതെ അതെ, ഇത് കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നിക്കുന്നത്. ഇത് കുറച്ച് കഷ്ണമേ ഉള്ളൂ. ഞാൻ അരിയുമ്പോ കൊറേ സമയം എടുക്കത്തില്ല. കൂടി അരിഞ്ഞാ പെട്ടെന്ന് തീരുവല്ല. ശരണ്യ, ഇന്ന് അവിയൽ മാത്രമേ ഉള്ളൂ. അവിയൽ മാത്രം, മീൻകറി ഉണ്ട്. മീൻകറി അവിയൽ മാത്രം. എന്താ മീനാന്ന് എനിക്കറിയാം. അതിന്റെ പേര് അമ്മയ്ക്ക്. അതെന്നാ ശരണ്യക്ക് പേരറിയാമല്ലേ? അതിന്റെ ഒരു വായി കൊള്ളാത്ത നെന്മീൻ. ആ മീൻ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അതെന്നാ കാണാത്ത? വായ്പാട്ടൊന്നും ഇല്ലേ? നെന്മീനില്ലേ? ശരണ്യ കൂട്ടണം. അയ്യോ, അങ്ങനെ കൂട്ടാതിരിക്കരുത്. ശരണ്യ കായലിലെ മീനല്ലേ കൂട്ടാതെ ഉള്ളു. കടലിലെ മീനൊക്കെ ശരണ്യ കൂട്ടണതല്ലേ. നല്ല മീനാണ് ശരണ്യ കൂട്ടണം കേട്ടോ. പിന്നെ ഞാനിത് അരിയണ ശ്രദ്ധയിലായിക്കോട്ടെ. പിന്നെ ഓർത്തതാണ് അത് കൂട്ടണം. പിന്നെ അതല്ലേ നല്ല മീനല്ലേ. പിന്നെ വിലയുള്ള മീനാണ്. അതിന് ഒക്കെ നല്ല വില. ശരണ്യ ചില സാധനങ്ങളൊന്നും കൂട്ടിയല്ല. താറാമുട്ട കൂട്ടിയല്ല. നല്ലത് കഴിക്കും. അതാണ് കാര്യം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കഴിച്ചാൽ കേട്ടോ. കഴിച്ചാല് എല്ലാം കഴിക്കണം. എല്ലാം കഴിക്കണം. കൂർക്ക പച്ചക്കറി കടയിൽ നിന്ന് തന്നു വിട്ട്. അവിയൽ കഷ്ണം ചോദിച്ചപ്പോ അതില് തന്നു വിട്ടു. ശരണ്യ അല്ല, അവിയൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ശരണ്യ മീൻ വെട്ടാൻ പോന്ന ഇങ്ങോട്ട്. അച്ഛനും അമ്മയും കൂടി അരിയാന്ന് വെട്ടിയേക്കാൻ. പിന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ഇത് എന്ത് മീനാന്ന് പറഞ്ഞൊന്ന് എന്നാ മീനാണ്? നെന്മീൻ. ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതാണ് നെന്മീൻ. പക്ഷെ എനിക്ക് രണ്ട് അയില പോലെ ഇരിക്കുന്നു. ഞാൻ അയിലയുടെ വല്ല സ്വന്തക്കാരാന്ന് അറിയാൻ പേര. എന്റെ ദൈവം. പിന്നെ ഒരു കാര്യം മറന്നുപോയി. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ചൂടൻ കറി വെച്ചപ്പോ എല്ലാവരും ചോദിച്ചാൽ എന്താണ് അത്. ഞങ്ങളിവിടെ ചൂടിനെ പോലെ വേറെ സ്ഥലത്തെല്ലാം നെത്തോലി, അത്തോലി, അങ്ങനെല്ലാം പറയും. നമ്മള് ചൂടൻ. പിന്നെ പൊടിമീൻ. കഴിഞ്ഞ വീഡിയോ വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേച്ചി മോളി വർഗീസ്. ഞങ്ങളുടെ വീഡിയോക്കകത്തൊന്ന് പറഞ്ഞേക്കണം ഒരു ഹായ്. പ്രത്യേക ഹായ്. ഇത് മീൻ വെട്ടുന്ന കാര്യമാണ്. ശരണ്യ,
തന്നെ അടിക്കുകയാണ് ഈ മീനായിട്ട്. ഈ മീൻ ഇതിന്റെ ഇത് പൊളിച്ചെടുക്കുക. ആ ഇത് പൊളിക്കണ മീനാണല്ലേ? ഞാനങ്ങനെ കണക്ക ഇത് വയലിൽ കുഞ്ഞ് ആ നമ്മള് പറഞ്ഞ നെത്തോലി എന്ന് പറയണേ. അതിന്റെ വായിന്നാണ് പോന്ന. അതിന്റെ വയല കളയാം. ആ ഇത് പൊളിക്കണ മീനാണ് കേട്ടാ. ഇത് പൊളിക്കുന്നതാണ് മീൻകാരൻ പറഞ്ഞത്. ആ ചെറിയ പാടമാണ്. ഞാനോർത്ത് ഇത് കല്ലായിട്ട് തേക്കുന്നതാണ്. ആ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവിയലിൻ്റെതാണ്. അവിയല് ഇങ്ങനെ ചെറിയൊരു പാട പോലെ ചെറിയൊരു പാട പോലെ ഉണ്ട്. അത് നമ്മളൊരു ഉപ്പ് പൊടിയിട്ട് തേച്ചെടുക്കും. ശരണ്യ അല്ല തീർന്നില്ലേ മീൻ വെട്ടി? കൊറേ നേരം ആയല്ലേ? ഈ മീൻ ഭയങ്കര വെളുത്തല്ലേ? ഇത് തേച്ച് വെളുപ്പിച്ചെടുത്ത്. അല്ലേ നമ്മുടെ പരിപാടി മീൻവെട്ടല്ലേ? മീൻവെട്ടൽ അവിയത്. അതിന് തേങ്ങ അമ്മ ചിരണ്ടിക്കൊണ്ടിരിക്കുക. ചെണ്ടാൻ പോകുന്നതേ ഉള്ളൂ. അമ്മ അങ്ങനെ തേങ്ങ ചിരണ്ട് തുടങ്ങി. തേങ്ങ ചിരണ്ടി കൊടുക്കട്ടെ, എങ്കിലല്ലേ അവിയലാകുള്ളൂ. ഉണ്ടോ? ഈ കപ്സ് അരിയാളാണ്. അതും അരിഞ്ഞ് അതിന്റെ കൂടെ ഇട്. ക്യാപ്സിക്കോ ഇതുകൂടി ഒന്ന് അരിയാ തീർന്നു കേട്ടോ. എത്ര ആഴ്ച അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടും പോകും. അമ്മ തേങ്ങ ചിരണ്ടാൻ പോന്ന്. ഒന്ന് ശരണ്യ മീൻ വെട്ടാൻ പോന്ന്. പാവപ്പെട്ട അച്ഛന് മാത്രം അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് അരിയാൻ. അല്ല അന്നേരം വേറെ കാര്യങ്ങൾ എളുപ്പം നടക്കില്ല. ഭക്ഷണം കഴിക്കാല്ലോ ഇപ്പൊ. അച്ഛനാരും ശല്യം ചെയ്യണ്ട. അച്ഛൻ അത് ഇച്ചിരി കാര്യമായിട്ട് അവിടെ ഇരുന്ന് അരിഞ്ഞൊക്കെ വെക്കട്ടെ. ഞാൻ തേങ്ങയൊക്കെ ചെറുതിയൊക്കെ വെക്കട്ടെ. എന്ത് സ്നേഹമായിട്ടാണ് അമ്മ പറഞ്ഞല്ലേ അച്ഛനെ ശല്യം ചെയ്യണ്ട, അരിഞ്ഞു തീർക്കട്ടെ എന്ന്. അതെ അതെ അമ്മയാണ് പറഞ്ഞത്. അല്ല ശല്യം ചെയ്യേണ്ടത് പറഞ്ഞത് ഞാനെന്ത് സഹായിക്കാന്ന് വെച്ചപ്പോ പിന്നെ അത് ഉടനെ പറഞ്ഞു കേട്ടോ. അതെ ഞാൻ പറഞ്ഞ എന്താന്ന് വെറുതെ വിളിക്കണ്ട, അപ്പൊ അത് അരിഞ്ഞ് തീർക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ലെ നിങ്ങൾ വിളിച്ചാലും വിളിച്ചിട്ടെങ്കിലും ഞാനത് അറിയും. കാരണം ഇവര് വിളിക്ക എന്ത് എന്നെ പറ്റി ഇവിടെ പറഞ്ഞത് തന്നെയാണ്. അച്ഛനെ വിളിക്കണ്ട, ഞാനത് കേട്ടു. അച്ഛൻ ശല്യം ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ പണി അച്ഛൻ തീർത്തല്ലേ? എന്റെ പണിയാ തീർത്ത്. അറിയാൻ നിന്നവര് രണ്ടുപേരും അങ്ങോട്ട് പോയി. അന്നേരം വെറുതെ അല്ല, അവർക്ക് അവിടെ പണിയുണ്ട്. അത് അവര് ഒരാൾ മീൻ വെട്ടണം, ഒരാള് തേങ്ങ ആണ്. അപ്പൊ പിന്നെ എന്തായാലും അച്ഛൻ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ട്. പക്ഷെ പാത്രം ചെറുതായി പോയല്ലേ അച്ഛൻ? ഇത് മതി. ഇപ്പൊ അങ്ങോട്ട് അവര് വേറെ പാത്രത്തിലൊക്കെ ഇടുമല്ലോ. അപ്പൊ ഇത് ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അവര് ഉപയോഗിച്ചോളും കേട്ടാ. ശരണ്യ എന്താണ് ഈ കാണിക്കണ? മീനിന്റെ പുറത്ത് കുറെ മുളക് പൊടിയും ഇതൊക്കെ എടുത്തിടണുണ്ടല്ലോ. ഇത് ഞങ്ങള് പൊള്ളിക്കാൻ പോവാ. ഒരാൾ അവിടെ തേങ്ങ ചിരണ്ടി തീർന്നിട്ടില്ല ഇതുവരെ. നമുക്കൊരു കമന്റ് വന്നായിരുന്നു, ഉപ്പിനകത്ത് ഫോണിലെന്നും പറഞ്ഞ്. ഓ അങ്ങനെ പറഞ്ഞ് ശരണ്യ അതനുസരിച്ചല്ല. പക്ഷെ ഇങ്ങനെ അളവ് നമുക്ക് അറിയത്തില്ല. കയ്യിലെടുക്കുന്ന അളവ് അറിയാൻ പറ്റും. ശരണ്യക്ക് അങ്ങനെ അറിയാമല്ലേ അളവ്. കൂടുതലാണോ കുറവാണോ അറിയാൻ പറ്റും. ഇട്ടിട്ടുണ്ട്. കൂടിപ്പോകരുത് കുറഞ്ഞാല്. ഇതിന്റെ അടി ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ അരിഞ്ഞു വന്നപ്പോ കഷ്ണം കൂടുതലാണ്. ഇത് കൂടുതൽ കഷ്ണം ഉണ്ടല്ലേ? കുറച്ചെടുത്ത് മാറ്റാമല്ല ഞാൻ. അപ്പൊ ചീഞ്ഞു പോകത്തില്ലേ. പിന്നെ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. പിന്നെ മുളക് പൊടിയാ. പിന്നെ മുളക് പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടി അടുപ്പിലോട്ട് വെക്കും. അടച്ച് തന്നെ മീൻ കറിയാണ്. മീൻ പൊള്ളിക്കാൻ വെച്ച്. പൊള്ളിക്കാൻ ഇങ്ങനെയൊക്കെയാണോ വെക്കണം? എന്നെ വേഗണം. പിന്നെ നമ്മുടെ അവിയൽ കഷ്ണം വേഗം വെച്ചിട്ടുണ്ട്. അത് അമ്മ തിരുമ്മി തന്ന് ഞാൻ നോക്കി നിൽക്കണം. എന്നാ ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കുകയല്ലേ? അപ്പൊ അത് സെപ്പറേറ്റ് വേവിക്കും അല്ലേ? അങ്ങനെ മുരിങ്ങക്കോൻ വെന്തതുകൊണ്ട് അവിയൽസും വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ പൊളിക്കും.
മീൻ പൊള്ളിച്ചല്ലേ? മീൻ പൊളിച്ചു. ഞാൻ അവിയൽ കഷ്ണം വെന്താ നോക്കാം. ആ ഉപ്പ് കൊടുക്കാൻ പോണേ. ചിലപ്പോഴും വെള്ളമില്ല. ആ നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ? വെള്ളമുണ്ട്, ഒരു ചെറുതായിട്ട് വെള്ളമുണ്ടല്ലേ? ചെറുതായിട്ട് ആ വെള്ളരിക്കയുടെ ആ വെള്ളം. ഇനി നമുക്ക് ആ ശരണ്യക്ക് പാടാണെങ്കിൽ അമ്മേനെ വിളിക്കാം. ചൂടാണ്, കൈ പൊള്ളരുത് കേട്ടാ. എടുത്ത് ശീലിച്ചാണ്. ഓ ആ അല്ല, കടുക് പൊട്ടുമ്പോൾ ഓടുന്ന ക്യാമറമാനെല്ലാം ഇവിടെ ഉണ്ട്. ഓ ഓ എനിക്കിട്ട് വെക്കല്ലേ. ഞാൻ അങ്ങനെയല്ല. അപ്പൊ ഇനി എന്നാണ് ഇതിൽ ചെയ്യാൻ പോണത്? ഇനി ആ അരപ്പെടുക്കും. തേങ്ങ നമ്മൾ ആ അത് തീർന്ന്, അതിൻ്റെ അകത്ത് ഇനി ഒന്നും ഇല്ല. എന്നാലും നമ്മൾ പാത്രം ആ പാത്രമെങ്കിലും വെറുതെ വിട്. പോവാ. പിന്നെ അമ്മ ഇല്ലാത്ത അരയ്ക്കാൻ പോവാണ്. അമ്മ ഇല്ലാത്തത് തുണിയെടുക്കാൻ പോയാണ്. മഴയായതുകൊണ്ട് തുണിയെടുക്കാൻ പറ്റും. പിന്നെ 3 കഷ്ണം ചുമന്നുള്ളി വേണം. വെളുത്തുള്ളി. സോറി, വെളുത്തുള്ളി കാണിച്ചും ചുമല ഉള്ളിയാണ്. ചുവന്നുള്ളി ഇല്ല കേട്ടോ, അതും ചേർക്കേണ്ടതായിരുന്നു. അത് ഞങ്ങൾ മേടിച്ചിട്ടില്ല. ഇന്നും ചുമല ഉള്ളി ചേർത്തിട്ടില്ല. ഞങ്ങളിവിടെ ഇല്ല. സാധനം മേടിക്കാൻ പോകുമ്പോ ഉള്ളിയുടെ കാര്യം പറയാഞ്ഞിട്ടല്ലേ ഉള്ളി മേടിക്കാൻ. നമ്മളിവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇല്ലാതെ മറന്നു പോയി. നമ്മൾ പാല് നേരത്തെ ഞാൻ ഇന്നത്തെ മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു. ഇന്നത്തെ മഞ്ഞപ്പൊടി ഇച്ചിരി ഇടുക. കുറച്ച് ഇച്ചിരി മതിയാ. ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇത്തരം ജീരകം വേണം. ആ ഇവിടെ അമ്മ ജീരകം ചേർത്തിട്ടില്ല, ഞാൻ ചേർക്കും. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇടാൻ പോണേ. ഇങ്ങനെ അരച്ചാ മതിയാ? ചതച്ചെടുക്കണം. അവയെല്ലാം ചതച്ചെടുക്കത്തുള്ളൂ. പാടാണല്ലേ? ഞാൻ ഇളക്കണം. ഞാൻ ക്യാമറ പിടിക്കാം. ആ എന്നാ ശരി. അങ്ങനെ എനിക്ക് ഇളക്കാനൊരു അവസരവും കൂടി കിട്ടി. തീ കത്തിച്ചോ? ശരണ്യക്ക് പാടാണ് ഇത്. ആ തീ കത്തിക്കണം അല്ലേ? തീ കുറച്ച് വെക്ക്. മതിയാ? ഇനി ഇതിന് വല്ലതും ചേർക്കണം ശരണ്യ? ആ പുളിവെള്ളം. ഏതാണത്? ഈ ആ കറുത്ത ഇത് ചേർക്കണം അല്ലേ? പാചകക്കാരി മാറി കേട്ടാ, ഞാനായി പാചകം. ഇതങ്ങോട്ട് ഒഴിക്കട്ടെ? കുറച്ച് കുറച്ച് മതി മതി. മതിയാ? ചൂട് വെച്ചോ. ആ മതി. അവിയൽ എൻ്റെ വകയാവും. ഇല്ലേ, ഞാനാ കഷ്ടപ്പെട്ട് വെച്ചു. ഇളക്കുന്നത് മാത്രമേ ഉള്ളൂ. പാചകം മുഴുവൻ. ആ അതെ, ശരണ്യക്ക് ഇത്ര ഇളക്കാനൊരു ബുദ്ധിമുട്ട്. എന്നാ അച്ഛൻ ഇളക്ക്. ഇത് അവിയലും ഇനി ആരും ഇല്ല കൈമാറാൻ. ഇനി അമ്മയും കൂടെ ഉള്ളു. വന്ന സമയം ഞാൻ ഇതുവരെ അടി പിടിപ്പിച്ചിട്ടില്ല. ഞാൻ വന്ന സമയം നല്ലതാണ്. കാരണം എന്താണെന്നറിയോ, ഷിജു എങ്ങനെയെങ്കിലും വേറൊരു കാര്യമുണ്ട്, ഞാൻ അടി പിടിപ്പിച്ചിട്ടില്ല. ഇനി അവിയൽ കൊളായ അച്ഛനാണ് കേട്ടോ ശരണ്യ. ഇനി ഞാൻ അമ്മയും കൂടെ വിളിക്കാം. അതെ, എല്ലാരും എത്തി. സത്യത്തിൽ അവിയൽ വെക്കുന്ന ആരായിരുന്നു? ശരണ്യ. ശരണ്യനെ തന്നെ വിളിക്കും. എന്റെ അവിയൽ നല്ല അടിപൊളി അവിയലാണ് അല്ലേ? അടിപൊളി. ശരണ്യ വീണ്ടും ഏറ്റെടുത്തല്ലേ? ആ എന്നാ ഇട്. ഇത് അമ്മ പിള്ള മനസ്സാ അമ്മയൊക്കെ. ആ കൊള്ളാലോ. അല്ല, ഇതാരാ ടേസ്റ്റ് നോക്കണത്? അവിയല് മനസ്സിലാക്കി ഉപ്പുണ്ടെങ്കിൽ
ആ ടോബിക്ക് വരെ വിശന്നിട്ട് കുരക്കാൻ തുടങ്ങി, എന്നിട്ടും ഇവിടെ അവിയലായിട്ടില്ല. വീട്ടിലേക്ക് ആയിട്ടപ്പോ മണമൊക്കെ വന്നിട്ട് നല്ല മണമുണ്ട്. അതാ അച്ഛനെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ അച്ഛന്റെ കൊതി എനിക്ക് കിട്ടിയല്ലോ. അച്ഛൻ പിണങ്ങും. അതെന്താ എനിക്ക് മനസ്സിലായി. ഒരു പ്രാവശ്യം ഷിജുവിന്റെ കയ്യാൻ വെച്ചോട് അയ്യോ ഇങ്ങോട്ട് ഓടിയത് എനിക്കറിയാം. ഞാൻ ഓടിയല്ല, അത് ഞാൻ ഓടിയല്ല. ശരണ്യെ കണ്ടാ കണ്ടല്ലോ. ഞാൻ നോക്കിയേക്കാം. ഒരാള് കൈ നീട്ടിരിക്കണം ശരണ്യ. അമ്മ ഞാൻ കണ്ടില്ലായിരുന്നു. ഒരു സൂപ്പർ എന്നെയൊക്കെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മളുടെ അല്ലെ ഇന്ന് അവിയലും പിന്നെ എന്നാണ് നെന്മീനും. നെന്മീനൊന്ന് കാണിച്ചു കൊടുത്തേ ശരണ്യ. നെന്മീൻ പൊള്ളിച്ചത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ചെറിയ വീഡിയോ, അവിയല് വെക്കുന്ന വീഡിയോ. അതെ, അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. മറക്കല്ല, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഒന്ന് ലൈക്ക് അടിച്ചേക്കണം കേട്ടാ. മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്ന് ചെയ്തേക്കണേ. അപ്പൊ അല്ലാ ഓക്കെ.